ഇത് ആഘോഷിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അപകടകരമായ ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. 2, ഇത് പരിസ്ഥിതിക്ക് ഉണ്ടാക്കി വെക്കുന്ന അപകടം അത്ര വലുതാ. ഇതിന് മാറ്റം വരുത്തണം. ഈ സിസ്റ്റത്തിൽ മാറ്റം വരേണ്ടതുണ്ട്. അതിനകത്ത് രാഷ്ട്രീയക്കാർ, തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണെന്നെങ്കിലും പറയാം, അവർ ജല്ലിക്കെട്ട് വേണമെന്ന് പറഞ്ഞ പോലെ ഇവിടെ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടിക്കണം, പടക്കം പൊട്ടിച്ചാലേ പറ്റുള്ളൂ, ആന എഴുന്നള്ളത്തുണ്ടായാലേ പറ്റുള്ളൂ. അത് BJPയുടെ സുരേഷ് ഗോപി തൊട്ട് CPIയുടെ VS സുനിൽകുമാർ തൊട്ട് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം നേതാക്കം പറയാൻ പറഞ്ഞ ലീഗുകാർ വരെ പിന്നെ അവിടുത്തെ ആചാരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ രംഗത്ത് വരുന്ന ഒരു വിചിത്രമായ കാലത്ത് നമ്മൾ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ഗതികേടാണ്. ജല്ലിക്കെട്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലാകെ കലാപം. അത് ഞങ്ങളുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഗ്രൗണ്ടിൽ ഇതേപോലെ അടച്ചു പൂട്ടിയ പുറത്തോട്ട് കിടക്കാൻ ഗേറ്റ് പോലും പൂട്ടിയിട്ട് അതിനകത്ത് ഒരു 10 കാളയും വിടണം, ഇവനെ അതിനകത്തോട്ട് ഇടണം. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ 100 ആനയൊക്കെ നിർത്തുന്നത്. ഇതിൽ 4 ആന ഇടഞ്ഞാൽ ബാക്കി 96 എണ്ണവും ഇടയും. കാരണം ഈ ഇടയുന്ന ആന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി തുമ്പിക്ക് വേണ്ടി അടിച്ച് കാലുകൊണ്ട് ചവിട്ടിയാകുമ്പോൾ ബാക്കിയുള്ളത് ഇടയും. അതിൽ മതം ഇളകിയതിൽ 4 ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. തൃശ്ശൂർ പൂരമൊക്കെ ശവപ്പറമ്പായിട്ട് മാറും. നമസ്കാരം. നമസ്കാരം. അല്പസമയം മുന്നേ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നിർമ്മാണശാലയിൽ നടന്ന ഒരു വലിയ സ്ഫോടനം. ഇപ്പം നമ്മളിത് എടുക്കുന്ന സമയത്ത് വരെ ലഭിച്ചിരിക്കുന്ന മരണസംഖ്യ 12. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൊല്ലത്ത് ഇതുപോലെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ഒരു വെടിക്കെട്ട് അപകടം നടന്നിരുന്നു. അടുത്ത 1-2 കൊല്ലം കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാം പഴയ പോലെ. ഇന്ന് ഇതെല്ലാം മലയാളി, ഇപ്പോഴും പഠിക്കാത്ത മലയാളി വരുത്തി വെക്കുന്ന ദുരന്തങ്ങളല്ലേ എന്ന് വരും ഇതിനൊക്കെ ഒരു അറുതി. അല്ല, ഇത് ഇപ്പോൾ ഈ വെടിക്കെട്ട് അപകടങ്ങൾ എന്ന് പറയുന്നൊരു തുടർക്കഥയായിട്ട് കേരളത്തിൽ ഒരുപാട് കാലമായിട്ടുണ്ട്. കേരളത്തിലൊന്നല്ല, പിന്നെ മൊത്തത്തിൽ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ പ്രാകൃതമായ ചില രീതികളിൽ നിന്നൊക്കെ മാറിപ്പോകേണ്ടതുണ്ട്. നമ്മൾ കാലം മുന്നോട്ട് പോകുമ്പം അതിനനുസരിച്ചിട്ടുള്ള പുതിയ മാർഗ്ഗങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാ ആഘോഷങ്ങളും ആവണം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ മാതൃകയാക്കാം. ഗൾഫ് രാജ്യങ്ങൾക്കകത്ത് ഇപ്പം ഞാൻ ഖത്തറിലുണ്ടായിരുന്ന ഖത്തറിൻ്റെ നാഷണൽ ഡേ പിന്നെ ഡിസംബർ മാസത്തിലാണ്. അവരുടേതെന്ന് പറഞ്ഞാൽ മൊത്തം ലേസറാണ്. അത് നമ്മളിവിടെ കാണുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ടുള്ള പിന്നെ വർണ്ണക്കാഴ്ചകൾ നമുക്ക്, പിന്നെ നിറങ്ങളുടെ മാജിക്ക് നമുക്ക് ആകാശത്ത് കാണാം. സൗണ്ടും ഉണ്ട്, സൗണ്ട് എഫക്റ്റ് ഉണ്ട്. പക്ഷേ ആ സൗണ്ട് എഫക്റ്റ് ആരോഗ്യത്തിന് ഹാനികരമാവുന്ന രീതിയിലല്ല. ഇത്ര ഡെസിബലിൻ്റെ ഉള്ളിൽ സൗണ്ടും കൺട്രോൾ ചെയ്യുക. അവരെ പിന്നെ ഇതുകൊണ്ട് അപകടമില്ല എന്ന് മാത്രമല്ല, കാഴ്ചകൾ ഒരുങ്ങുന്നുണ്ട്, ഒക്കെ ലേസറാണ്, എല്ലാം പിന്നെ റിമോട്ട് കൺട്രോൾ സിസ്റ്റമാണ്. ഇത് അല്ലാതെ ഇപ്പോഴും പോയിട്ട് അതിനേക്ക് പിന്നെ തീ കൊടുക്കുക, എന്നിട്ട് ഓടുക, ചിലപ്പോൾ അതിനെ കയ്യിലിരുന്ന് പൊട്ടുക എന്ന് പറഞ്ഞാൽ ഒരു നാടൻ ബോംബ് ടൈപ്പിലുള്ള സാധനമായിട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ കാളവണ്ടി യുഗത്തിലാണ് പടക്കത്തിൻ്റെ കാര്യത്തിലെങ്കിലും നിൽക്കുന്നത്, ഇത്തരം ആഘോഷങ്ങളുടെ കാര്യത്തിലെങ്കിലും നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ മെഴ്സിഡസ് ബെൻസ് കാർ ഇറങ്ങിയതുകൊണ്ടോ ബാക്കിയുള്ളത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഈ കാര്യത്തിൽ നമ്മൾ കാളവണ്ടി യുഗത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിന് മാറ്റം വരേണ്ടതുണ്ട് തുടർച്ചയായിട്ട്. ഇപ്പോൾ പുറ്റിങ്ങൽ അപകടം 2016 കൃത്യം 10 വർഷം മുമ്പാണ് നടക്കുന്നത്. 10 വർഷം തികയാൻ ഏതാനും മാസങ്ങളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അത് മെയ് മാസത്തിലാണ്, 1 മാസമേ ഉള്ളൂ. പിന്നെ പുറ്റിങ്ങൽ അപകടം നടന്നിട്ട് 10 വർഷം തികയാനും ഏകദേശം 1 മാസം ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ, ശിവകാശിയിലൊക്കെ നിരന്തരമായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പിന്നെ അപകടം ഉണ്ടായിട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം സാധാരണക്കാരായ തൊഴിലാളികൾ. ഇപ്പോൾ ഈ ബീഡി തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഈ ലേസർ സംവിധാനങ്ങൾ വന്നാലും ഇവർക്ക് തൊഴിലില്ലാതാവുന്നില്ല. ഇവരെ വേറെ കാര്യങ്ങൾക്കകത്ത് ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഇവർക്ക് പിന്നെ മറ്റ് തൊഴിൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ഒക്കെ സർക്കാർ സഹായിക്കുകയും ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള, ഇവർക്ക് മറ്റ് ജോലി കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ പരിപൂർണമായി ബാൻ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് പരിഷ്കൃത സമൂഹത്തിന് വേണ്ടത്. ഇത് ഇവിടെ ഈ വിഷയത്തിന് മാത്രമൊന്നുമല്ല. ഇപ്പോൾ പിന്നെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം അന്ന് 100-ലധികം പേരാണ് മരണപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അത് കൊല്ലത്ത് അല്ലേ. അതിന് ശേഷം പിന്നീട് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടിന് നിയന്ത്രണം വരുത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തൃശ്ശൂർക്കാരും മുഴുവൻ പൂരപ്രേമികൾ എന്ന് പറഞ്ഞിട്ട് CPMകാരും CPIക്കാരും കോൺഗ്രസ്സുകാരും BJPക്കാരും എല്ലാവരും, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മുസ്ലിം ലീഗുകാർ വരെ എല്ലാവരും, കാരണം തൃശ്ശൂർ പൂരം അവരുടെ ഒരു വികാരമാണ്, അവരൊരു പിന്നെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഇത് ആഘോഷിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അപകടകരമായ ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. 2, ഇത് പരിസ്ഥിതിക്ക് ഉണ്ടാക്കി വെക്കുന്ന അപകടം അത്ര വലുതാണ്. നമ്മളിവിടെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിയന്ത്രിച്ച് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദീപാവലിയുടെ സമയത്ത് ദില്ലിയിൽ ഓക്സിജൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കുറവാണ്. മനുഷ്യന് റോട്ടിലിറങ്ങി നടന്ന കണ്ണ് കാണത്തില്ല, 10 മീറ്റർ അപ്പുറത്തേക്ക് കണ്ണ് കാണത്തില്ല, പുകയാണ് മൊത്തം. ഈ പുകയാണ് ശ്വസിച്ച് കയറ്റുന്നത് അവിടെ. അല്ലെങ്കിൽ തന്നെ അവിടെ വാഹനങ്ങളുടെ പുക കൊണ്ട് തന്നെ പലപ്പോഴും അവിടെ കോടമഞ്ഞ് പോലെ കാഴ്ച വാങ്ങുന്ന സ്ഥലമാണ്. ദില്ലി പോലെ ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു നഗരത്തിനകത്ത്, ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആണെന്നും കൂടി ആലോചിക്കണം. അവിടെയാണ് ഈ വൃത്തികൾ കാണിക്കുന്നത്. ദീപാവലിക്ക് ഇത് മൊത്തം പൊട്ടിച്ചിട്ടത്. ഇതൊക്കെ മാറ്റണം. ഇത്
പരിപൂർണമായും നിയന്ത്രിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അപ്പം ഈ ആചാരവാദികളെല്ലാം കൂടി രംഗത്തോട്ട് വരും, ബാക്കിയുള്ളതിലെല്ലാം പുരോഗമനം പറയും. വൈകുന്നേരം വരെ പുരോഗമനം പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ പറയും ഇത് വേണമെന്ന് പറയും. സത്യത്തിൽ ഈ വെടിക്കെട്ടിന് ആചാരമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഒന്നുമില്ല എന്നത് ഇപ്പം അന്നത്തെ കാലത്തെ സംവിധാനങ്ങൾ അതേ ഉള്ളൂ. അന്നത്തെ കാലത്ത് അതേ ഉള്ളൂ. ഇപ്പം ഒന്നും വേണ്ട. ഇപ്പം പാറ പൊട്ടിക്കാൻ പഴയ പിന്നെ ഇപ്പം ഞാൻ പാറക്കൂടി കരിങ്കൽക്കൂടി നടത്തിയിരുന്നു. അപ്പം ഈ പിന്നെ വെടിമരുന്ന് ഇതെല്ലാം പിന്നെ നമ്മൾ ഡ്രില്ല് ചെയ്ത് 5 അടി താഴ്ച പിന്നെ 5 ഫീറ്റിൻ്റെ കുഴി കുഴിച്ച് അതിനകത്ത് ഇതെല്ലാം നിറച്ച് അല്ലെങ്കിൽ തോട്ട നിറച്ച് ഇത് പിന്നെ കുത്തിയിടിച്ച് ആ സമയത്ത് ഇത് പൊട്ടിയാൽ തന്നെ അപകടമാണ്. കാരണം ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി. ഇത് നിറച്ച് അത് കഴിഞ്ഞിട്ട് തീ കൊടുത്തിട്ട് ഓടുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനൊക്കെ ഈ സിഗരറ്റ് പിടിക്കാൻ പിടിച്ചത്. കാരണം ഇതിന് തീ കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം പഠിക്കാരെ സഹായിക്കാൻ വേണ്ടി ഞാനും കൂടെ നിൽക്കും. എന്നിട്ട് ഓടുക ചെയ്യുന്നു. എന്നിട്ട് ഓടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും മറവിലും വലിയ മരത്തിൻ്റെ മറവിലൊക്കെ നിൽക്കുക, കല്ല് ചെതറി തെറിക്കുക ചെയ്യുക. പക്ഷേ ഇപ്പോൾ അതിന് പോലും ഒരു സിസ്റ്റം കുറേ ഉണ്ട്. നമ്മൾ വളരെ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് പിന്നെ ഇത്തരം ബ്ലാസ്റ്റിങ്ങുകൾ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം മരടിലെ ഫ്ലാറ്റുകൾ പൊളിച്ചത് എങ്ങനെയാണ്? എത്ര മനോഹരമായിട്ടാണ് പൊളിച്ചത്. എന്തെങ്കിലും അപകടം ഉണ്ടായി? എവിടെയെങ്കിലും ചെതറി തെറിച്ചോ? ഒന്നുമില്ല. ആ സാധനം നിൽക്കുന്ന നിപ്പിൽ അത് ഇപ്പോൾ പിന്നെ പരമ്പരാഗതമായ ശൈലിയിൽ നമ്മൾ ഈ വെടിമരുന്ന് വെച്ചിട്ടോ തോട്ടം വെച്ചിട്ടോ ആണ് ഇത് തകർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് തെറിച്ച് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് പോകും. കാരണം അത്രയും ഹൈറ്റുള്ള ഫ്ലാറ്റാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെയൊക്കെ ചെന്ന് ചേരും എന്നുള്ളത് അറിയില്ല. അതേസമയം ഇത് നിൽക്കുന്ന നിപ്പിന് ആ സാധനം ഠും എന്നിട്ട് താഴോട്ടേക്ക് വരിക ചെയ്യുന്നത്. അപ്പം അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത്. അതും ഘട്ടം ഘട്ടമായിട്ട് അവരത് ചെയ്ത് മരട് ഫ്ലാറ്റുകൾ പൊളിച്ചത്. അപ്പോൾ ഈ രീതിയിലുള്ള ടെക്നോളജി ഇത്രയും ഡെവലപ്ഡായിട്ട് നിൽക്കുമ്പം അതിൻ്റെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാതെ ഇപ്പോഴും പ്രാകൃതമായ ആചാരങ്ങൾ കയ്യിലിരുന്ന് കൊണ്ടുപൊട്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരുത്തൻ്റെ കൈ പോയി. ഈ പിന്നെ ചെറിയ പിള്ളേരാണെങ്കിലും പൂത്തിരിയും കമ്പിത്തിരിയും കത്തിച്ചിട്ട് ഇതൊക്കെ രസമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗം. അതൊക്കെ മാറ്റി പുതിയ രീതിയിലേക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് അതിനകത്തുള്ള അഭിപ്രായം. നമ്മളിപ്പോൾ എന്തായാലും പിന്നെ ബക്കറ്റിനകത്ത് പിന്നെ കിണറ്റിൽ നിന്ന് കപ്പിയും കയറി വിട്ടിട്ട് ഏതെങ്കിലും വീട്ടിലിപ്പോൾ കപ്പിയും കയറുണ്ടോ? ഒരു വീട്ടിലും ഇല്ല. കപ്പിയും കയറുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ അരകല്ലും അമ്മിക്കല്ലും ഉണ്ടോ? ഇല്ല. എവിടെയെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളും വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരു സാധനവും ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു. ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അലക്കുകല്ലുണ്ടോ ഏതെങ്കിലും വീട്ടിൽ? ഇപ്പം ഇതില്ല. ഇപ്പം നമ്മുടെ വാഷിംഗ് മെഷീനായി. ഇപ്പം നമ്മൾ പിന്നെ മോട്ടറാണ്, ഇപ്പം പിന്നെ മിക്സിയാണ്, ബാക്കിയുള്ള സാധനങ്ങളാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കാര്യത്തിൽ മാത്രം അപ്ഡേറ്റഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ പ്രശ്നമുണ്ട്. ഇത് ഇവിടെ കൊണ്ട് മാത്രം അവസാനിക്കുന്നൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞില്ല. ആ രീതിയിലേക്ക് ഇത് ലേസർ ഷോയിലേക്ക് പോകാം. അതിന് പിന്നെ നമുക്കതിൻ്റെ പിന്നെ സൗണ്ടിൻ്റെ എഫക്റ്റും നമുക്ക് ആസ്വദിക്കാൻ പറ്റും, കാഴ്ചയുടെ വർണ്ണക്കാഴ്ചകൾ നമുക്ക് കാണാനും പറ്റും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. രണ്ടും കൂടി ആ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ആ സൗണ്ടും കൂടി വരുമ്പം ഇത് പിന്നെ കാതിന് കേടുവരുന്ന രീതിയിൽ ഇത്ര ഡെസിബലിൽ കൂടുതൽ സൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല മൈക്കിലാണെങ്കിൽ പോലും. പക്ഷേ ഇതിനത്രയും സൗണ്ട് ആവാം. നമ്മുടെ പല വെടിക്കെട്ടുകളും സത്യത്തിൽ ഒരു ബോംബിങ്ങിന്റെ ഫീലാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. പരിസരം പിന്നെ ബിൽഡിങ്ങുകൾക്ക് വരെ വിള്ളൽ വരുന്നുണ്ട് പല സ്ഥലത്തും ഇത്രയും വലിയ വെടിക്കെട്ടുകൾ നടക്കുമ്പോൾ. അപ്പോൾ ഇത് ഭയങ്കര അപകടം. അത് മാത്രമല്ല, ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാളപൂട്ട് മത്സരമൊക്കെ നടക്കുമായിരുന്നു. കാളപൂട്ട് മത്സരം, കോഴിപ്പോരും കാളപ്പൂട്ടും. പിന്നെ അതുകൊണ്ട് മനുഷ്യന് വലിയ അപകടമൊന്നുമില്ല. പക്ഷേ ഇതുങ്ങളെ അതിന് ശീലിപ്പിച്ചെടുക്കുന്നു. കോഴിപ്പോരിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേക പിന്നെ കോഴികളെയാണ് പിന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. കാളപൂട്ട്, കന്നുകൂട്ട് മത്സരം നടത്തും പാടത്ത്, പിന്നെ ഇത് നടത്തുക. പക്ഷേ അതൊക്കെ എന്ന് വെച്ചാൽ മൃഗങ്ങളോടുള്ള ക്രൂരത എന്നുള്ള പേരിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് മനുഷ്യന് അപകടം വരുന്നില്ല. കന്നുകൂട്ടുന്ന കാള എന്തായാലും എത്ര അക്രമാസക്തനായാലും ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ മുഖം 2 കഴുത്തിലും ഇരിക്കുക. ഇതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കോഴി എന്തായാലും മനുഷ്യനൊന്നും കുത്തിക്കൊല്ലത്തുമില്ല എന്നുള്ളത് പറയാം. അതിനകത്ത് മൃഗങ്ങളോട് നമ്മൾ പിന്നെ കാണിക്കുന്ന ക്രൂരത എന്നുള്ളതിൻ്റെ രീതിയിലാണ്, ആ വകുപ്പ് പ്രകാരമാണ് അതൊക്കെ നിരോധിക്കുന്നത്. അതേസമയം മറ്റേത് മനുഷ്യനോട് അപകടമുള്ള കാര്യമാണ് ആനയുടെ എഴുന്നള്ളത്ത്. ഇപ്പം ഉത്സവത്തിന് ആനയില്ലെങ്കിൽ 3 ആന കൊണ്ടുവന്നു. ഗുരുവായൂർ കേശവൻ, മറ്റേടത്തെ കേശവൻ, മറ്റേടത്തെ പിന്നെ അനന്തപത്മനാഭൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആനയെ കൊണ്ടുവരിക. ഈ ആനയുടെ ആവാസ വ്യവസ്ഥയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? അതിനോട് അത് മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? ഇതിനെ ഈ ചെരുപ്പിടാതെ നമുക്ക് ഈ ടാർ റോട്ടിൽ ചൂട് കാലത്ത് നിൽക്കാൻ പറ്റുമോ? ഇതിനെ ഷൂവും ചെരുപ്പൊന്നും ഇടിച്ചല്ലോ കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ പിന്നെ കാലും കൊണ്ട് ഈ ടാർ റോട്ടിൽ കൂടി ഇതിനെ കിലോമീറ്ററുകൾ നടത്തിച്ച് കൊണ്ടുപോയിട്ട് എന്നിട്ട് പേരിന് ഇച്ചിരി പനമ്പട്ട ഇട്ട് കൊടുക്കും. പനമ്പട്ട ഇപ്പോൾ എവിടെയും കിട്ടാനില്ല മര്യാദയ്ക്ക്. അതിൽ ഫീഡ് ചെയ്യാനുള്ള സാധനമില്ല. ഇപ്പം ഈ കോയമ്പത്തൂർ സർവകലാശാലയുടെ കാർഷിക സർവകലാശാലയുടെ CO3, CO4, CO5 എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള തീറ്റപ്പുല്ലുകളാണ് ഇതിന് കൊടുക്കുന്നത്. ഇപ്പം അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഫുഡ് അതിന് കിട്ടുന്നില്ല. അതിന് കാട്ടി കിട്ടിയൊന്നും സാധനം കിട്ടുന്നില്ല. ഇതൊന്നും നാട്ടിൽ എണ്ണ ചേർന്ന് നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആനകൾ തമ്മിൽ എണ്ണ ചേർന്ന് ഇവിടെ കുട്ടികൾ പ്രസവിക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടുമില്ല. നമ്മളിതെല്ലാം കാട്ടിൽ നിന്ന് കൊങ്കിയാനയെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പിടിച്ചു കൊണ്ടുവരുന്ന നാടിറങ്ങി വരുന്ന ആനയെ കൊണ്ടുവന്ന് പോയിട്ട് അതിനെ പിന്നെ കൊണ്ടുപോയി പരിശീലന കേന്ദ്രത്തിൽ കൊണ്ടുപോയി അതിനെ മെരുക്കിയെടുക്കുക ചെയ്യുന്നത്. ഈ മെരുക്കിയെടുക്കുമ്പോൾ ഇതിനെ തോട്ടിയുടെ പുറത്താണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. തോട്ടി കണ്ടു കഴിഞ്ഞാൽ അതിന് പേടിയാണ്. അതിനെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. പക്ഷേ ആനയ്ക്കകത്ത് പോലും എത്നിക് ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ളത് അതിൻ്റെ ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട്. കേരളത്തിലെ കാട്ടിലെ ആനയുടെ
പിന്നെ അല്ല ബീഹാറിലെ കാട്ടിൽ നമ്മൾ കൊണ്ടുവരുന്ന അവിടുത്തെ ആനയെ മേടിച്ചു കൊണ്ടിരുന്നുണ്ട് ആനപ്രേമികൾ. ഇപ്പോൾ ജയറാമിനെയൊക്കെ പോലുള്ള ജയറാമൻ, ഗണേഷ് കുമാർ ഇവർക്കൊക്കെ ആന ഉണ്ടെന്നാണ് പറയുന്നത്. ആനയെ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ. വലിയ വിലയ്ക്കാണ് പൈസ കൊടുത്തിട്ട് കൊണ്ടുവരുന്നത്. ഈ ആനയെ ഇവിടെ കൊണ്ടുവരുന്നു. പാപ്പാന്മാരാണെങ്കിൽ മൊത്തം വെള്ളമായിരിക്കും. വേണമെങ്കിൽ ആനയ്ക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കും, തുമ്പിക്കയിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കും വേണമെങ്കിൽ വായിക്കാത്തോട്ട്. ഇത് പിന്നെ എന്നിട്ട് അതിൻ്റെ കാലിൽ ഒട്ടി കിടന്നു വളരെ സേഫ് ആന. പക്ഷേ ഈ ആനകളെ 100 ആനയെ ഒരു എഴുന്നള്ളത്തിന് നടത്തുമ്പം ഈ ആനകളുടെ ഞാൻ പറഞ്ഞു എത്രയും ഗോത്രവർഗ്ഗങ്ങൾ അവർക്കിടയിലുണ്ട്. അപ്പോൾ അവിടുത്തെ ആനയും ഇവിടുത്തെ ആനയൊക്കെ ഒരുമിച്ചായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പുറത്ത് നിൽക്കുമ്പോൾ ആന ഒരുമിച്ച് നിൽക്കുമ്പോൾ മറ്റേ ആന ഇതിനെ ഒന്ന് തിരക്കും, അല്ലെങ്കിൽ ഒന്ന് കാലുകൊണ്ട് തട്ട് തട്ടും. അപ്പോൾ ഈ തട്ട് കെട്ടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സാമീപ്യം മറ്റേത് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ചൂര്, അതിൻ്റെ മണം ഒക്കെ വ്യത്യാസമായിരിക്കും. കാരണം ഇവരുടെ ഒരു ജനുസിൽപ്പെട്ടവരല്ല ഇവർ ശരിക്കും. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് 2 ഗോത്രങ്ങളാണ്. വേണ്ടാന്നേ വൈറ്റ്സും ബ്ലാക്സും തമ്മിൽ പ്രശ്നമില്ലായിരുന്നോ അമേരിക്കയിൽ വരെ, ബാക്കിയുള്ള പിന്നെ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ പിന്നെ മണിപ്പൂരിൽ കുക്കീസും മേത്തീസും വരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ. വേണ്ട ആൻഡമാനിലും മൃഗത്തിൻ്റെ കാര്യം പോട്ടെ, മൃഗങ്ങളുടെ എല്ലാം കടുവയുടെയും പുലിയുടെയും ആനയുടെ ഒക്കെ കാര്യം വിട്ടുകളാണ്. ആൻഡമാനിൽ ഇപ്പോഴും അവിടുത്തെ ചില പിന്നെ ദ്വീപുകൾക്കകത്ത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചില ദ്വീപുകൾക്കകത്ത് ഇപ്പോഴും തുണി ഉടുക്കാതെ നടക്കുന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, മനുഷ്യരുണ്ട്. അവർക്കിടയിലേക്ക് നമുക്ക് കയറിപ്പോയിട്ട് അവരെ നഗരവൽക്കരണത്തിലേക്ക് കൊണ്ടുവരാനോ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനോ അവരെ പുനരുദ്ധരിപ്പിക്കാനോ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് ഇപ്പോഴും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്നില്ല. ഒരു പിന്നെ യൂറോപ്യൻ സഞ്ചാരി ഇവരെക്കുറിച്ച്, നരവംശാസ്ത്രജ്ഞനും കൂടിയാണ് പുള്ളി, ഇവരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് പിന്നെ പായ്ക്കപ്പലിൽ അവിടെ ചെന്നപ്പോൾ പുള്ളിയെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് അതിക്രമിച്ച് കയറിയ ഒരാളാണ്. വിഷം പുരട്ടിയ അമ്പാണ്. കാട്ടുവിഷങ്ങൾ, ഈ മരങ്ങളിൽ നിന്ന് ചെടികളിൽ നിന്ന് എടുക്കുന്ന വിഷങ്ങളുണ്ട്. ഇപ്പോൾ ആനമയക്കെന്നൊക്കെ പറയുന്ന സാധനമൊക്കെ നമുക്കറിയാം. അതേപോലെയുള്ള ഒരുപാട് വിഷങ്ങളുണ്ട്. ഇപ്പോൾ കാഞ്ഞിരത്തിൻ്റെ കാവലും വിഷമാണല്ലോ നമ്മൾ. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇത്തരം പരിസ്ഥിതിയിൽ നിന്നുള്ള കിട്ടുന്ന പ്രകൃതിദത്തമായിട്ടുള്ള വിഷങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴുള്ള കെമിക്കൽസ്. അപ്പം അങ്ങനെയുള്ള വിഷക്കായകളും കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. അത് കൃത്യമായിട്ട് ഇവർക്ക് ഹെർബൽ മെഡിസിൻസ് കൃത്യമായിട്ട് അറിയാം, മെഡിസിനൽ പ്ലാന്റുകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് അസുഖം വന്നാലൊക്കെ വരുതാ. അവർ ആധുനിക രീതിയിലേക്ക് പോയിട്ടില്ല. അവർക്ക് അക്ഷരാഭ്യാസം ഇല്ല. അവർക്ക് പുറം ലോകം എന്താണെന്ന് അറിയില്ല. അവർ നമ്മളെ കാണുന്നത് നമുക്ക് പോലെ അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ പറയുന്നത് പോലെയാണ് അവർ നമ്മളെ കാണുന്നത്. അപ്പം അവർ അവർക്ക് വേണ്ട ഭക്ഷണപ്പൊതികളുമായിട്ടും കൂടി ഈ മനുഷ്യൻ ചെല്ലുന്നത്. അയാളെ അമ്പ ഇത് വീഴ്ത്തി കൊന്നു കളഞ്ഞു. അപ്പം ഇത്തരം രീതികൾ അത് മനുഷ്യരുടെ ഇടയിൽ അതുണ്ടെങ്കിലും മൃഗങ്ങളുടെ ഇടയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. എത്രയൊക്കെ അതിനെ പുനരധിവസിപ്പിച്ചു, എത്രയൊക്കെ അതിനെ പിന്നെ കോന്നി കൊണ്ടുവന്നിട്ട് പരിശീലനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലുള്ളത്, അതിൻ്റെ സ്പീഷീസ് അങ്ങനെ കിടക്കുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ജീനിലുള്ള ചില സാധനങ്ങളുണ്ട്. അത് കാടത്തുണ്ട്. ആ സാധനം പുറത്തേക്ക് വരും. അതിന് പിന്നെ ഇപ്പോൾ കേരളത്തിലെ ആന തന്നെയാണെന്ന് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അടുത്ത് നിൽക്കുന്ന ചിലപ്പോൾ യുപിയിലെ ആനയായിരിക്കും, ചിലപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് കൊണ്ടുവന്ന ആനയായിരിക്കും. അപ്പോൾ ഈ സമയത്താണ് ഇവരെ തിരക്ക് വരുന്നത്. ഒരു 100 ആനയുള്ള, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ 100 ആനയൊക്കെ നിർത്തുന്നത്. ഇതിൽ 4 ആന ഇടഞ്ഞാൽ ബാക്കി 96 എണ്ണവും ഇടയും. കാരണം ഈ ഇടയുന്ന ആന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി തുമ്പിക്ക് വേണ്ടടിച്ച് കാലുകൊണ്ട് ചവിട്ടിയാകുമ്പോൾ ബാക്കിയുള്ളത് ഇടയും. അതിൽ മതം ഇളകിയതൊരു 4 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. തൃശ്ശൂർ പൂരമൊക്കെ ശവപ്പറമ്പായിട്ട് മാറും. വെടിക്കെട്ടിൽ അവിടെ വലിയ അപകടം ഉണ്ടായുള്ള സ്ഥിതി എന്താ? കൺട്രോളിലാണ് എല്ലാം, പിന്നെ QC ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് മാൻമെയ്ഡാണല്ലോ. അതിൻ്റെ ഒരു പിന്നെ അവിടെ ടെക്നോളജി യൂസ് ചെയ്യുന്നില്ല. സൈഡ് ചെരിഞ്ഞ് പോയാൽ മതി, ആൾക്കൂട്ടത്തിനിടയിലോട്ട് പോയാൽ മതി. അപ്പോൾ ഈ സംഭവങ്ങൾക്കകത്തൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആനയൊക്കെ പോലും ആന എഴുന്നള്ളിച്ചില്ല എന്ന് കണ്ടെന്തോ ഉത്സവത്തിന് എന്താ പിന്നെ ഭഗവാൻ എന്താ ഇത് അംഗീകരിക്കത്തില്ലേ? ആനയെ കണ്ടിട്ടാണോ, ആനയുടെ വലുപ്പം കണ്ടിട്ടാണോ ഈ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടാകുന്നത്? അങ്ങനൊന്നുമില്ലല്ലോ. ഇതൊക്കെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പം ശിവകാശി കേന്ദ്രീകരിച്ചാണ് ഇത്തരം പടക്ക നിർമ്മാണശാലകൾ ഏറ്റവും കൂടുതലുള്ളത്. മറ്റു പല സ്ഥലങ്ങളിലുണ്ട്, പീറോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. തമിഴ്നാടാണ് കേന്ദ്രം. ഇപ്പം ശിവകാശി ഏറ്റവും പേര് കേട്ടത് ഒന്ന് പടക്ക നിർമ്മാണത്തിനും മറ്റൊന്ന് പ്രിൻറ്റിങ് മേഖലയിലുമാണ്. അപ്പം നമ്മുടെ എന്തെങ്കിലും പുസ്തകങ്ങളും ബുക്കുകളൊക്കെ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ശിവകാശിയിലോട്ട് പോകുക. ഏറ്റവും കൂടുതൽ പ്രസ്സുകളും ഏറ്റവും കൂടുതൽ പടക്ക നിർമ്മാണശാലകളും പടക്ക കടകളും ഉള്ള സ്ഥലമാണ് ശിവകാശി. ഇതിന് രണ്ടിനാണ് പേര് കേട്ടത്. ഇവരുടെ വരുമാന മാർഗം മുട്ടിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അവരെ പുനരുദ്ധരിപ്പിക്കാനും മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിടാനും പറ്റണം. ഇപ്പോൾ ചാരായം നിരോധിച്ചു, ചാരായ തൊഴിലാളികളെ വേറെ മേഖലയിൽ കൊണ്ടുപോയില്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു മേഖല ഇല്ലാതാകുമ്പോൾ, ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ മേഖലയിലുണ്ടായിരുന്ന എത്രയോ മനുഷ്യരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ വേറെ മേഖലകളിൽ കൊണ്ടുവന്ന് പുനരധിവസിപ്പിച്ച് അവർക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിപ്പെട്ടവർ ഒരു കാലഘട്ടത്തിൽ അവർ മറ്റുള്ളവരാൽ പിന്നെ നിഷ്കാസിതരായി അവർക്ക് മുഖ്യധാരയിൽ ഒരു ജോലി പോലും എവിടെയും കിട്ടാതെ, ഒരു വീട് പോലും എവിടെയും കിട്ടാതെ തെരുവിൽ കിടന്നുറങ്ങുകയും
വേശ്യാവൃത്തിയിലേക്ക് തിരിയുകയൊക്കെ ചെയ്തിരുന്ന സമയത്ത് അവർക്കിടയിൽ അത്തരം NGO-കളൊക്കെ പ്രവർത്തിച്ച് അവരിൽ എത്രയോ പേര് വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്നു. ഇപ്പം മെട്രോയിൽ വരെ അവർക്ക് റിസർവേഷൻ ഉണ്ട്. അങ്ങനെ അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ആ രീതിയിലേക്ക് ഇതിനൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ബോക്സിംഗ് മത്സരം പോലും നിരോധിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ബോക്സിംഗ് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ട് നടത്താം. ഇപ്പോൾ കരാട്ടയോ ബാക്കിയുള്ളതൊക്കെ മാർഷ്യൽ ആർട്സ് ഒക്കെ വേണം, അതെല്ലാം വേണം. കളരിപ്പയറ്റ് അതൊക്കെ പഠിക്കട്ടെ, അതൊക്കെ ശരീരത്തിന് നല്ലതാണ്, ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്, കായിക വിനോദങ്ങളിലൊന്നാണ്. പക്ഷേ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇടിച്ച് മൂക്കിന്ന് ചോര വരുത്തുന്ന രീതിയിലേക്ക് എത്തുകയാണ്. അത് മൈക്ക് ടൈസൺ തൊട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ശത്രുത ചിലപ്പോൾ തീർക്കും. പിന്നെ ഏറ്റവും അവസാനം ഫുട്ബോളിൽ ഫൗൾ കളിക്കുന്ന പോലെയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ കരുത്ത് തെളിയിക്കേണ്ടതല്ല എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ ചില ഗെയിംസ് ഒഴിവാക്കണം, ചില ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായമാണ്. വേണ്ട, എന്ത് മനോഹരമായിട്ട് ഇപ്പോൾ ഇവിടെ കാളപ്പോരിൻ്റെ സ്ഥലമാണ് സ്പെയിനൊക്കെ. കാളപ്പോരിൻ്റെ സ്ഥലം അവിടെ കാളപ്പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കാളെ ഗ്രൗണ്ടിലോട്ട് അങ്ങ് അഴിച്ചുവിടുക, ഗ്യാലറിയിൽ ജനം ഇരിക്കും. കാള വേണമെങ്കിൽ ചിലപ്പോൾ പൊളിച്ച് ഗ്യാലറിയിലോട്ട് വരെ കുത്തി മലർത്തിയ ആൾക്കാരെ ഇടാറുണ്ട്. അതുകൊണ്ട് കാളയെ പ്രകോപിപ്പിക്കുക. ജല്ലിക്കെട്ടിൻ്റെ അതേ സ്റ്റൈൽ തന്നെ, ജല്ലിക്കെട്ടിൻ്റെ അവിടുത്തെ യൂറോപ്യൻ വേർഷൻ. അതിന് ചുമന്ന കളർ കണ്ടു കഴിഞ്ഞാൽ ഇതിന് കലിയിളകും. ചുമന്ന കൊടി ഇങ്ങനെ വീശി ഇതിനെ പ്രകോപിപ്പിച്ച് ഇതിനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇത് കുത്താൻ വരുമ്പോൾ ഇതിനെ മെരുക്കിയെടുക്കണം. അതിനിടയിൽ എത്ര പേരാണ് മരിക്കുന്നത്? യൂറോപ്പിലുണ്ട് പ്രശ്നം. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് ജല്ലിക്കെട്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലാകെ കലാപം. അത് ഞങ്ങളുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ഈ ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗ്രൗണ്ടിൽ ഇതേപോലെ അടച്ചു പൂട്ടിയ പുറത്തോട്ട് കിടക്കാൻ ഗേറ്റ് പോലും പൂട്ടിയിട്ട് അതിനകത്ത് ഒരു 10 കാളയും വിടണം, ഇവനെ അതിനകത്തോട്ട് ഇടണം. ഈ നേതാക്കന്മാരെ ഉള്ള DMK ആവട്ടെ ADMK ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ അവന്മാരെ എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കിട്ടുക. എന്നിട്ട് ഒരു 10-20 കാളയും കൂടെ അതിനകത്തോട്ട് അടിച്ചു വിടണം. അവിടെ കിടന്ന് അവന്മാർ വരിക്കട്ടെ. ഇവിടെ സാധാരണക്കാരന് വിവരമില്ലാത്ത നിരക്ഷരരായ സാധാരണ മനുഷ്യരാണ് ഇത് തലയ്ക്ക് വട്ടുപിടിച്ചിട്ട് ഇതിനകത്ത് മത്സരിക്കാൻ പോകുന്നത്. ഏത് 150-250 കിലോ ഉള്ള കാളയെ മെരുക്കാൻ 50 കിലോ 55 കിലോ വലുപ്പമുള്ള മനുഷ്യൻ പോവുക. ചിലപ്പോൾ മർമ്മത്ത് കയറി പിടിച്ചാൽ മരിക്കാൻ പറ്റും. പക്ഷേ മരിക്കുന്നതിനിടയിൽ മരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മൃതപ്രായരായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇതിലൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. അതേസമയം ഞാൻ ഇപ്പോൾ സ്പെയിനിലെ തന്നെ മറ്റൊരു ഉത്സവമുണ്ട്, ടൊമാറ്റോ ഫെസ്റ്റിവൽ. ടൊമാറ്റോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രക്കിനകത്ത് ടൺ കണക്കിന് തക്കാളി കൊണ്ടുവന്നിട്ട് ഇടുകയാണ്, കൂട്ടുകയാണ്. ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്. ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ആചാരമാണത്. അത് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഹാർവെസ്റ്റിങ്ങിൻ്റെ സീസൺ ആകുമ്പോൾ ഇതിന് വിലയും കുറവാണല്ലോ. അപ്പോൾ ഇതൊന്നോട്ട് കൊണ്ടുവന്നിട്ട് തക്കാളി കൊണ്ടുവന്നിട്ട് കൂട്ടും. എന്നിട്ട് തക്കാളി എടുത്തിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും ചെയ്യും. തല്ലുകൂടുന്ന പോലെ മൽപ്പിടുത്തമുണ്ട്. തക്കാളിക്കകത്ത് ഉരുണ്ട് പിടിച്ച് എല്ലാം അവസാനം റെഡിഷ് കളറിലായിരിക്കും ഇവന്മാരെല്ലാം പുറത്ത് വരുന്നത്. പക്ഷേ അതൊക്കെ കുറച്ചുകൂടെ ഇച്ചിരി തല്ലുകൂടുമ്പോൾ ചിലപ്പം നമ്മുടെ നാട്ടിൽ വടംവലി മത്സരം നടത്തുമ്പോഴും പന്തുകളി മത്സരം നടക്കുമ്പോഴൊക്കെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുമ്പോഴൊക്കെ തല്ലും പിടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് അത്രയും കണക്കൂട്ടിയാൽ മതി. അതിനപ്പുറത്തേക്ക് ഒരു വലിയ രൂക്ഷമായ അക്രമത്തിലേക്ക് അത് പോകുന്നില്ല, ട്രാജഡിയിൽ അവസാനിക്കുന്നില്ല. ഇതേപോലെ ഇനിയിപ്പോൾ 1-2 പേർക്കൊക്കെ പരിക്ക് പറ്റിയാലും ഇതേപോലെ 10-100 പേര് മരിക്കുന്ന സംഭവമൊന്നും ഉണ്ടാവുന്നില്ല. അതൊരു ആഘോഷമാണ്. കാരണം അവർ ആ ദിവസം സെലിബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ സമൂഹത്തിന് വലിയ കേടില്ലാതെ മനുഷ്യന് വലിയ ആൾനാശം ഇല്ലാത്ത രീതിയിലുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ട് ആഘോഷിക്കാൻ. വേണ്ടാന്ന് പാടത്തെ ചെളി കിടന്ന് ഉരുണ്ട് പാടത്തെ ചെളിയിൽ പന്ത് കളിക്കുന്ന ചില നാടുകളുണ്ട്. പാടം ഉഴുതു മറിച്ചിട്ട് ചെളിയിൽ പന്ത് കളിക്കുക. ഇങ്ങനെയുള്ള ചില പിന്നെ വാട്ടർ പോളോ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ ഒരു ഭയങ്കര മത്സരബുദ്ധി ഉണ്ടാവും. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് നമുക്ക് മാനസികമായിട്ട് റിലീഫ് കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള പുതിയ മാർഗ്ഗങ്ങളിലേക്കാണ് വഴി തിരിച്ചുവിടേണ്ടത്. അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടോ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടോ പള്ളിപ്പെരുന്നാളുകളുമായി ബന്ധപ്പെട്ടോ ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളുടെ പൂർത്തീകരണത്തിന് സഫലീകരണത്തിന് വിഘാതം സൃഷ്ടിക്കണം എന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്. പക്ഷേ അതിന് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ഇന്നിപ്പോൾ വൈകിട്ട് ഇരുന്നിട്ടാണ് ഇന്ന് 21-ാം തീയതി, ഏപ്രിൽ 21-ാം തീയതി, ഇന്നിപ്പോൾ വൈകുന്നേരം ഇരുന്നിട്ടാണ് ഈ ചൊവ്വാഴ്ച വൈകിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നാളെ രാവിലെയാണ് എയർ ചെയ്യുക. നാളെ രാവിലെ 22-ാം തീയതി ബുധനാഴ്ച രാവിലെയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുക. ഇപ്പം തന്നെ 12 പേര് മരണപ്പെട്ടു. 5 പേരുടെ നില അതിഗുരുതരം. അതിൽ 70%-ലേറെ പൊള്ളലേറ്റവരുണ്ട്. ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. അകത്ത് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോന്നുള്ളത്. ഇത് നാളെ രാവിലെ ബോഡി പാർട്സ് എടുത്തുകൊണ്ട് പോകും. അതെ, ബോഡി പാർട്സ്. കാരണം കയ്യും കാലും ഇതൊക്കെയാണ് കിട്ടുന്നത്. ഇനി DNA പരിശോധന നടത്തിയിട്ട് വേണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. കാരണം തെറിച്ച ശരീരാവശിഷ്ടങ്ങളാണ് കിട്ടുന്നത്. അവസാനമായിട്ട് പ്രിയപ്പെട്ടവർക്ക് ഒരു നോക്ക് കാണാൻ പോലും മര്യാദയ്ക്ക് പറ്റാത്ത രീതിയിലാണ് കിട്ടുന്നത്. മൂക്കൊരു വസ്തു പോയിട്ടുണ്ടാവും, ചെവി വേറെ വസ്തുവായിരിക്കും. ഇതൊക്കെ ആരുതാന്ന് കണ്ടത് ഓരോ പീസ് കൊടുത്തിട്ട് DNA പരിശോധന നടത്താനും പറ്റില്ല. അത്യാവശ്യം മേജർ പാർട്ട് കിട്ടുന്നതിൻ്റെ DNA പരിശോധന നടത്തും. ബാക്കിയെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്
വെള്ളത്തുണിയും പൊതിഞ്ഞ് കൊണ്ടേ വെക്കുകയുള്ളൂ, അന്ത്യചുംബനം പോലും അർപ്പിക്കാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക്, ദുരവസ്ഥയിലേക്ക്, ഇതൊക്കെ പാവപ്പെട്ട മനുഷ്യരാണ് ഈ പണിക്ക് പോകുന്നത്. ഇതിന് മാറ്റം വരുത്തണം, ഇതിന് ഈ സിസ്റ്റത്തിൽ മാറ്റം വരേണ്ടതുണ്ട്. അതിനകത്ത് രാഷ്ട്രീയക്കാർ, തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണെന്നെങ്കിലും പറയാം, അവർ ജല്ലിക്കെട്ട് വേണമെന്ന് പറഞ്ഞ പോലെ ഇവിടെ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടിക്കണം, പടക്കം പൊട്ടിച്ചാലേ പറ്റുള്ളൂ, ആന എഴുന്നള്ളത്തുണ്ടായാലേ പറ്റുള്ളൂ. അത് ബി ജെ പിയുടെ സുരേഷ് ഗോപി തൊട്ട് CPI-യുടെ VS സുനിൽകുമാർ തൊട്ട് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാ നേതാക്കം പറയാൻ പറഞ്ഞ ലീഗുകാർ വരെ പിന്നെ അവിടുത്തെ ആചാരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ രംഗത്ത് വരുന്ന ഒരു വിചിത്രമായ കാലത്ത് നമ്മൾ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ഗതികേടാണ്. ഇത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരണം. ലേസർ ഷോ ഉൾപ്പെടെയുള്ള രീതികളിലേക്ക് മാറണം. അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ ഫെസ്റ്റിവൽ പോലെയുള്ള സംഭവങ്ങൾ നടത്തണം. ഈ മൃഗങ്ങളെ വെച്ചിട്ട് ഈ അല്ലെങ്കിൽ ആനയ്ക്ക് ഷൂ മേടിച്ചു കൊടുക്കണം, അതിനെ പറ്റിയ ഷൂ ഉണ്ടാക്കണം. എന്നിട്ട് ഇതിനെയൊക്കെ വെച്ചിട്ട് ഈ ടാർ റോഡിൽ ഇത്രയും ചൂട് കാലത്ത് ഉരുകുകയാണ് റോഡ്. നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആവി ഉറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ ഇപ്പോൾ 38 ഡിഗ്രി വരെ സെൽഷ്യസ് വരെ പല സ്ഥലത്തും ഉള്ളത്. ആ സമയത്ത് ഇതിനെ ചൂട് കാലത്ത് ഇങ്ങനെ കൊണ്ടുപോകുക, അതിനാണെങ്കിൽ മര്യാദയ്ക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് തണുപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് മതം പൊട്ടും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന് തന്നെ നമുക്ക് കുറച്ച് നേരം വെയിലും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഭ്രാന്തായി പോകുന്നേ. നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ടാവും, മണിക്കൂറുകളോളം ഇതിനെ നിർത്തുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതൊക്കെ പ്രാകൃതമായ ആചാരങ്ങളാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കാലം മുന്നോട്ടാണ് പോകേണ്ടത്. ആ സമയത്ത് ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ നമ്മൾ നിൽക്കുക. കാളവണ്ടി യുഗത്തിലുമല്ല, ശിലായുഗത്തിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾക്ക് ഒരു കാലത്തും നമുക്ക് അറുതി വരുത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.